കൊണ്ടും ഉള്ളിലടക്കിപ്പിടിച്ച വികാരങ്ങൾ തന്മയത്വത്തോടെ പ്രകടിപ്പിച്ച് സീത എന്ന കഥാപാത്രത്തെ അവർ അനശ്വരിയാക്കി. 5 വർഷം കൂടി പിന്നിട്ടപ്പോൾ മാതൃഭാഷയായ തെലുങ്കിലെ നിബഞ്ജനം എന്ന ചിത്രത്തിലൂടെ മൂന്നാമതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയായി ശാരദ തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റൊരു തെന്നിന്ത്യൻ നടിക്കും ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായത്തിലെ രാജമ്മ ഫ്യൂഡലിസത്തിനും പുരുഷാധികാരത്തിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന സ്ത്രീയാണ്. രാജമ്മയുടെ ഉള്ളിലൊതുക്കിയ വേദനകളും ഇച്ഛാഭംഗങ്ങളും നിയന്ത്രിതമായ ഭാവപ്പകർച്ചകളോടെയാണ് ശാരദ അവതരിപ്പിച്ചത്. എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ മുറപ്പെണ്ണിലെ കുഞ്ഞുലക്ഷ്മി, ഇരുട്ടിലെ ആത്മാവിലെ അമ്മുക്കുട്ടി, ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിലെ സരസ്വതി ടീച്ചർ തുടങ്ങി മലയാളിക്കൊരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തോപ്പിൽ ബാസി എഴുതിയ മറ്റൊരു പ്രധാന നാടകമായ മൂലധനം പി ഭാസ്കരൻ സിനിമയാക്കിയപ്പോൾ ശാരദ അതിൽ സ്വന്തം പേരുള്ള കഥാപാത്രമായാണ് അഭിനയിച്ചത്. തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെ നടന്ന തൊഴിലാളി സമരത്തിൻ്റെ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഉരുക്കുമുഷ്ടികളിൽപ്പെട്ടുപോയ പെണ്ണിൻ്റെ ദുരിതാനുഭവങ്ങൾ ശാരദ തീക്ഷ്ണമായി അവതരിപ്പിച്ചു. മൂലധനം പോലുള്ള ചിത്രങ്ങളിൽ സത്യൻ, പ്രേം നസീർ തുടങ്ങിയ മഹാനടന്മാരുടെ കൂടെ വെള്ളി വെളിച്ചത്ത് നിന്നപ്പോൾ അവർക്കൊപ്പമോ അതിലുമേറെയോ ശ്രദ്ധേയായി നിൽക്കാൻ തക്കവിധം കരുത്തുള്ളവയായിരുന്നു ശാരദ അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ. ആന്ധ്രാപ്രദേശിലെ തെനാലിയിലാണ് ജനിച്ചതെങ്കിലും കേരളത്തെ സ്വന്തം ജന്മദേശമെന്ന പോലെ ശാരദ നെഞ്ചിലേറ്റി. 125ഓളം മലയാള ചിത്രങ്ങളിലൂടെ മലയാളികളുടെ സാംസ്കാരികമായ അനുഭവ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായി. അരനൂറ്റാണ്ടിലേറെ കാലം വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത ഈ അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണ്. ശാരദ നമുക്ക് മറ്റൊരാളെയല്ല, മലയാളി തന്നെയാണ്. ശാരദയും അങ്ങനെ തന്നെയാവും കരുതുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൻ്റെ മ്യൂസിയം പ്രത്യേക പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം. അടുത്ത മാസം 12-ന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാവും. ഇവിടെ നേരത്തെ സാംസ്കാരിക മന്ത്രി പങ്കുവച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു.
ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട്. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ. എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ഹാർദമായി അഭിനന്ദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് 3 തവണ നേടിയ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണിത്. 1981 അഹിംസ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടി പല തലമുറകളോട് മത്സരിച്ചാണ് 4.5 പതിറ്റാണ്ടുകൾക്കിപ്പുറവും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നത്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. അരനൂറ്റാണ്ട് കാലമായി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര വിതരണം തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ്. അതിനിടയിൽ മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു. മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ചതിൻ്റെ അടക്കം സന്തോഷം അവിടെ പങ്കുവയ്ക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് തവണ സംസ്ഥാന സർക്കാർ ശുപാർശ ചെയ്തതാണ്, ഇത്തവണയാണ് അതുണ്ടായത് എന്നടക്കം അദ്ദേഹം പറയുന്നു. മറ്റൊരു